ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് ക്രിസ്പി ആൻഡ് യമ്മി പരിപ്പ് വടയാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് വടക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒനിയൻ, കറി ലീവ്സ്. ഞാൻ മിക്സർ ജാർ എടുത്തിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പരിപ്പും ജിഞ്ചറും പാടെ ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ബ്ലെൻഡ് ചെയ്ത പരിപ്പിൽ നിന്ന് കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ ബ്ലെൻഡ് ചെയ്ത പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ബാക്കി വെച്ച പരിപ്പൊന്നും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത ഒനിയൻ ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത റെഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം പാടെ നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പം അതങ്ങനെ കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം പരിപ്പോടെ കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓരോ പരിപ്പോടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പരിപ്പോടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പോടെ റെഡി ആയിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ആൻഡ് യമ്മി പരിപ്പോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. ഇതാണ് നമ്മുടെ പരിപ്പോടൻ്റെ ടെക്സ്ചർ. നല്ല ക്രിസ്പി ആയിട്ടും നല്ല യമ്മി ആയിട്ടുള്ളൊരു പരിപ്പോട തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.